2.5 മിനിറ്റുള്ളൊരു ചിരി വേണമെന്ന് പറഞ്ഞാൽ ആ കടമ്പകം കഴിഞ്ഞു. ഞാൻ തുടങ്ങുക. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണ്. അമ്മായിയമ്മയാണെന്നാണ് എൻ്റെ വൈഫ് പറയുന്നത്. ആ കഥ ഞാൻ പിന്നീട് പറയാം. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗ്രൂമറായിരുന്നു. അങ്ങനെ ഗ്രൂം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്ര നല്ലൊരു പുരുഷനായ, നല്ലൊരു പയ്യനായ. ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഞാൻ നന്നായെന്ന് തെളിയിക്കണമല്ലോ, രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് അമ്മയ്ക്ക് ഒരു തേങ്ങ പൊട്ടിച്ചുകൊണ്ട് ഞാൻ നന്നായെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് മയ്യ പൊട്ടിച്ചു. കുറച്ച് നാളികേരം വെള്ളം താഴെ പോയി. അപ്പം ഉടനെ, എടാ മനുഷ്യ, നീയൊക്കെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാ? ഒരു ഉണക്ക തേങ്ങയുടെ പുളിച്ച തേങ്ങ വെള്ളം താഴെ പോയിന് അമ്മേൻ്റെ ഇത്രയും പറഞ്ഞപ്പോൾ അമ്മയുടെ ഇടത് കയ്യിൽ അമ്മ ആഴ്ച പൊട്ടിച്ച 6ാമത്തെ ഗ്ലാസിൻ്റെ 4ാമത്തെ കഷ്ണം ഇരിപ്പുണ്ട്. അതിനൊരു കുഴപ്പമൊന്നുമില്ല. അത് കേട്ടതും പെട്ടെന്ന് ഞാൻ വാക്കത്തി അവിടെ ഇട്ടു. അപ്പം അമ്മ ഉടനെ, എടാ ഒരു സാധനം എടുത്ത് കഴിഞ്ഞാൽ എടുത്തിട്ട് വെക്കാമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അമ്മയുടെ വലത് കയ്യിൽ അമ്മ അന്ന് പറിച്ചെടുത്ത 10,000 രൂപയുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ നോബ് എടുത്ത് പൊക്കി പിടിച്ചേക്കുക. എന്നിട്ട് ബട്ടർഫ്ലൈ ഹൗസിനെ വഴക്ക് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മയുടെ സഹായം ഇല്ലാതെ ഒരു കാര്യം ചെയ്ത് അമ്മേനെ സർപ്രൈസ് ചെയ്യിക്കാന്ന്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അമ്മ കഴുകി വാരി വെച്ച അരി എടുത്തുകൊണ്ട് ഞാൻ മില്ലിൽ പോയിട്ട് മില്ലുകാരനോട് പറഞ്ഞു, പൊടിക്കണം മിസ്റ്റർ. അപ്പം മില്ലുകാരൻ എന്നോട് ചോദിച്ചു. ഞാൻ സ്തബ്ധനായിപ്പോയി. അപ്പത്തിന് പൊടിക്കണോ പുട്ടിന് പൊടിക്കണോ? ഞാൻ പറഞ്ഞു, എൻ്റെ ഈഗോ ഹർട്ടായി. എൻ്റെ വീട്ടിൽ അപ്പം ഉണ്ടാക്കണോ പുട്ടുണ്ടാക്കണോ ഞാൻ തീരുമാനിക്കും, താനാണോ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് തിരിച്ചു ചോദിക്കുക, ഇവിടെ ഒരു അരി പൊടിപ്പിക്കുന്നതിൻ്റെ തമ്പുറോള് പുല്ലില്ല എന്നാണോ, താനൊക്കെ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? അമ്മയുടെ ആൾ തന്നെ. പക്ഷെ അമ്മയ്ക്ക് ബുദ്ധിയുണ്ടായിരുന്നു. അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പത്തിന് പഠിപ്പിക്കാമെന്ന്. ഈ അപ്പത്തിന് പഠിപ്പിച്ച പൊടിയും കൊണ്ട് ഞാൻ അവിടെ ചെല്ലും. അമ്മ അവിടെ പുട്ടുണ്ടാക്കും, ഉണ്ടുണ്ടാക്കും, അടയുണ്ടാക്കും. ഇതിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അമ്മേനെ ഒന്നും കൂടെ സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം കഴുകി വാരിയ ഗോതമ്പ് പൊടി ഗോതമ്പ് എടുത്തുകൊണ്ട് അമ്മയുടെ മുമ്പിൽ പോയി ഞെളിഞ്ഞ് നിന്നിട്ട് ചോദിച്ചു, അപ്പത്തിന് പൊടിക്കണോ പുട്ടിന് പൊടിക്കണോ അതോ ഉണ്ടയ്ക്ക് കുഴക്കണോന്ന്? അമ്മ എന്നോട് മീന മേലെപ്പറമ്പിലെ എന്നോട് പറയാം, പോടാ പോയി തൂങ്ങടാന്ന് പറഞ്ഞാൽ തൂങ്ങി ചാകടാന്ന്. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഭയങ്കര യുദ്ധമായി. ഞാൻ പാകിസ്ഥാനും അമ്മ ഇന്ത്യയായി. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അമ്മയുടെ നയതന്ത്ര കരാറിലുണ്ടായ സംഭവമാണ് എൻ്റെ കല്യാണം. അമ്മ പ്രതീക്ഷിച്ചത് അമ്മേനെ സഹായിക്കാൻ വേണ്ടി ഇസ്രായേൽ വന്നു കയറിയത് ചൈനയായിരുന്നു. ആ ചൈനയുടെ കഥ ഞാൻ വേറെ എപ്പിസോഡിൽ പറയാം. 4 സീരീസുള്ള വെബ് സീരീസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞു, 6 മാസം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് അമ്മേൻ്റെ അടുത്തിട്ട് വന്നു, മോനെ ഞാൻ വരാം, എൻ്റെ ഐഡിയ ആയിപ്പോയി, അല്ലെങ്കിൽ നിന്നെ കാണിച്ചു തന്നിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മേനേക്കാൾ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് സ്റ്റാറാവാമെന്ന് പറഞ്ഞ് ഞാൻ വൈഫിനെ വിളിച്ചുകൊണ്ട് അടുക്കളയിൽ കയറി ഒരു സംഭവം സെറ്റ് ചെയ്ത് എൻ്റെ യൂട്യൂബ് എടുത്ത് വൈഫിനെ ചേർത്ത് നിർത്തി യൂട്യൂബിൽ മസാല എന്ന് ഞാനൊന്ന് അടിച്ചു കൊടുത്തുപോയി. എൻ്റെ സെർച്ച് ഹിസ്റ്ററി കണ്ട് അവിടെ കുക്കിംഗ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നടന്നു. ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു, അമ്മ ഗ്രൂം ചെയ്ത് നന്നാക്കിയ മോനെ യൂട്യൂബിൻ്റെ അൽഗോരിതം കൊന്നമ്മേ.